ഇറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉടൻ. ഹൂതികൾക്ക് അതിശക്തമായ തിരിച്ചടി നൽകിയതിന് പിന്നാലെ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് യുഎസും ഇസ്രായേലും സംയുക്തമായെന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഉടൻ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയ മിസൈൽ സിറ്റിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇറാന്റെ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ടിരുന്നു. തങ്ങളുടെ നൂറുകണക്കിന് മിസൈൽ സിറ്റികളിൽ ഒന്നിന്റെ ദൃശ്യങ്ങളാണ് ഇത് എന്നാണ് അവരുടെ സൈനിക മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മൂന്നാമത്തെ മിസൈൽ സിറ്റിയുടെ ദൃശ്യങ്ങളാണ് ഇറാൻ പുറത്തുവിടുന്നത്. 900 മൈൽ പ്രഹരശേഷിയുള്ള ഷേക്ക് ആൻഡ് മിസൈൽ, അതുപോലെ 850 മൈലിലധികം പ്രഹരശേഷിയുള്ള ഹാജ് ഖസം മിസൈലുകൾ, 1240 മൈൽ പ്രഹരശേഷിയുള്ള ഖാദിർ മിസൈൽ, 1050 മൈൽ പ്രഹരശേഷിയുള്ള യമാദ് മിസൈൽ തുടങ്ങിയ മിസൈലുകളൊക്കെ തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. ഇറാന്റെ പ്രാന്തപ്രദേശത്തുള്ള ഭൂഗർഭ അറയിൽ മിസൈലുകളുടെ നൂറുകണക്കിന് എണ്ണം ശേഖരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ സൈനിക മേധാവിയും മറ്റ് ഉദ്യോഗസ്ഥരും ഈ മിസൈൽ സിറ്റിയിൽ സന്ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് അമേരിക്കയും ഇസ്രായേലും നോക്കിക്കാണുന്നത്. അമേരിക്കയെയും ഇസ്രായേലിനെയും ആക്രമിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. അതേസമയം ഇവരുടെ പ്രോക്സികളായിട്ടുള്ള ഹൂതികൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ 48 മണിക്കൂറിൽ അമേരിക്ക നടത്തിയത്. ചെങ്കടലിലൂടെയുള്ള അമേരിക്കയുടെ പടക്കപ്പലായ ഹാരിയസ് ട്രൂമാനെ നേരത്തെ ഹൂതികൾ ആക്രമിച്ചിരുന്നു. ഇതിനുള്ള തിരിച്ചടി എന്നോണമാണ് യമനിലെ പ്രധാനപ്പെട്ട ഹൂതി ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ നിരവധി തവണയാണ് യമനിൽ ആക്രമണം നടത്തിയത്. 21 ഗവർണറേറ്റുകളിൽ 8 ഗവർണറേറ്റുകളെ ആക്രമിച്ച് തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്തായാലും ഇറാൻ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. നേരത്തെ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇറാൻ നേരിട്ട് തിരിച്ചടിക്കുമെന്നായിരുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ വലിയ ഭീഷണി. എന്നാൽ ഇവിടെ യമനിൽ ഹൂതികൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം അമേരിക്ക തുടർന്നിട്ടും ഒരു പ്രകോപനപരമായ പ്രതികരണത്തിന് പോലും ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇറാൻ അടങ്ങിയിരിക്കുന്നതാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പാണോ എന്നാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ വീക്ഷിക്കുന്നത്. അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ദൃശ്യം ഇറാന്റെ സൈന്യം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിലൂടെ തങ്ങളുടെ ആയുധ ശേഖരത്തെക്കുറിച്ചുള്ള വലിയ തെളിവ് പുറത്തുവിടുകയാണ് ഇറാൻ എന്നാണ് ഇറാൻ കണക്കൂട്ടുന്നത്. അതേസമയം ഇതൊക്കെ വെറും തന്ത്രമാണെന്നും ഇത്തരത്തിൽ ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതിനും അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ കൗശലമാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിലൂടെ ഇറാൻ നടത്തുന്നതെന്നും അമേരിക്ക വിശ്വസിക്കുന്നു. എന്തായാലും ഇസ്രായേലിന്റെ ചാരപ്പോലീസായ മൊസാദ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്. ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ചും ആണവായുധം സൂക്ഷിക്കുന്ന ഇടങ്ങളെക്കുറിച്ചും അതേപോലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അടക്കമുള്ളവ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വളരെ കൃത്യമായ ഒരു വിവരം മൊസാദിന്റെ പക്കലുണ്ട്, ഷിൻമെന്റിന്റെ പക്കലുണ്ട്. മൊസാദിന്റെ ചാരന്മാർ ഇത് നേരത്തെ തന്നെ ഒപ്പിയെടുത്തിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ബ്ലൂ പ്രിന്റ് ഇത് സംബന്ധിച്ച നിർണായകമായ രേഖകൾ, സ്കെച്ചുകളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് കൂടി കൈമാറിയിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത സൈനിക നീക്കമായിരിക്കും ഇറാനെതിരെ ഉണ്ടാവുക എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇനിയും കാത്തിരിക്കാനാകില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. കാരണം ഇനിയും വളരാൻ അനുവദിച്ചാൽ അല്ലെങ്കിൽ ഇനിയും പ്രകോപനം തുടരാൻ അനുവദിച്ചാൽ ഇറാനെ പിന്നീട് നിലയ്ക്ക് നിർത്താൻ കഴിയില്ല. നിലവിൽ റഷ്യയുമായി ചേർന്ന് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നീക്കം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയും ഉത്തര കൊറിയയുമാണ് ആണവ സാങ്കേതിക വിദ്യ ഇറാന് നൽകിയിരിക്കുന്നത്. റഷ്യയുടെ ആണവ ശാസ്ത്രജ്ഞരും മിസൈൽ ശാസ്ത്രജ്ഞരും കഴിഞ്ഞ മാസം ഇറാനിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. ടെഹ്റാനിൽ ദിവസങ്ങളോളം അവർ തങ്ങിയിരുന്നു. ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാനെയും അടക്കം അവർ സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇതും വളരെ ഗൗരവത്തോടു കൂടി അമേരിക്ക കണ്ടിട്ടുണ്ട്. കാരണം റഷ്യയുടെ സൈനിക സഹായം നേരത്തെ തന്നെ ഇറാന് ലഭിച്ചിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഇരു രാജ്യങ്ങളും അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്രത്തോളം ഗൗരവമുള്ള സൈനിക ഇടപാടുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ഇറാനുമായി ഒരു ചങ്ങാത്തത്തിന് അമേരിക്ക ശ്രമിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് കത്തെഴുതുകയും ചെയ്തു. ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും
ചെയ്തു. എന്നാൽ ഇറാനാകട്ടെ ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്ക് അമേരിക്കയുമായി താല്പര്യമില്ലെന്ന് വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു. അമേരിക്കയുടെ ചർച്ചാ നിർദ്ദേശത്തെ തള്ളിക്കളയുകയായിരുന്നു ആയത്തുൽ അലി ഖമേനി. ഒരു തരത്തിലും ആണവ ചർച്ചകൾ അമേരിക്കയുമായി നടത്താൻ താല്പര്യമില്ല എന്ന് ഖമേനി തുറന്നടിച്ചു. ഇതിന് പിന്നാലെയാണ് ഇറാനെതിരെ സൈനിക നീക്കത്തിനുള്ള ഒരുക്കങ്ങൾ അമേരിക്ക തകൃതിയായി ആരംഭിച്ചത്. അതിൻ്റെ മുന്നോടിയായി ഇറാന്റെ ഏറ്റവും അടുത്ത പ്രോക്സിയായ ഇറാന്റെ വലം കൈയായ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം, യമനിലേക്കുള്ള ആക്രമണം, അങ്ങനെ ഇറാന്റെ തൊട്ടയൽ രാജ്യമായ ഇറാന്റെ വിശ്വസ്ത പങ്കാളിയായ ഹൂതികളെ തീർക്കുകയാണ്. ഈ ആക്രമണത്തിന് പിന്നാലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇറാൻ സൃഷ്ടിക്കുകയാണെങ്കിൽ യുദ്ധത്തിനുള്ള ഒരു കാരണമായി അത് മാറും. അങ്ങനെയെങ്കിൽ ഇറാനിലേക്ക് നേരിട്ടൊരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കും. ഒരു ഭാഗത്തു നിന്ന് അമേരിക്ക അടിക്കും, മറുഭാഗത്തു നിന്ന് ഇസ്രായേൽ ഇറാനെ തീർക്കും. ഇറാനെതിരെ ഒരു ആക്രമണം അമേരിക്കയും ഇസ്രായേലും നടത്തിയാലും അറബ് രാജ്യങ്ങൾ പെട്ടെന്നൊന്നും തന്നെ രംഗത്ത് വരില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യയോ ഖത്തറോ ഒന്നും തന്നെ ആ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല. ഉത്തര കൊറിയയും റഷ്യയും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ മാത്രമേ സാധ്യതയുള്ളൂ. അത്തരമൊരു അവസ്ഥയിൽ ഈ റഷ്യ കൂടി ഇടപെട്ടാൽ അത് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പരിണമിക്കും. അതിനുള്ള ഒരു നീക്കം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് തന്നെയാണ് അമേരിക്കൻ കണക്കുകൂട്ടുന്നത്. എന്തായാലും ഇറാനെ ആക്രമിക്കുന്നെങ്കിൽ ഇപ്പോൾ ആക്രമിക്കണം, ഇതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. നേരത്തെ തന്നെ ഇറാനെ ആക്രമിക്കണമെന്നുള്ള ഒരു ആവശ്യം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ മുന്നോട്ട് വച്ചിരുന്നു. ഇസ്രായേലിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒന്നടങ്കം ആ നിലപാടിനെ പിന്തുണയ്ക്കുന്നവരാണ്. എന്നാൽ അമേരിക്കയുടെ കൂടി അനുമതി ലഭിച്ച ശേഷം ഇറാനെ ആക്രമിച്ചാൽ മതി എന്നുള്ള നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചത്. ഇപ്പോൾ ഇതാ അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു. ഗാസയിൽ ഹമാസിനെ തുരത്താനുള്ള, ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതിന് പിന്നാലെയാണ് അമേരിക്ക ഹൂതികളെ ആക്രമിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അമേരിക്കയുടെ കഴിഞ്ഞ 48 മണിക്കൂറിലെ വ്യോമാക്രമണം ഹൂതികളുടെ നടുവൊടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി, വെടിനിർത്തൽ സന്ധി സംഭാഷണത്തിന് വേണ്ടി താണു കേണു കരയുകയാണ് ഹൂതികൾ എന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഇനി ഹൂതികൾക്ക് ഒരു ദയയും അർഹിക്കുന്നില്ല. ഹൂതികൾക്ക് നേരെ സംഹാരം തന്നെയാണ് അമേരിക്കയുടെ ശൈലിയെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു.